ഹായ് ഫ്രണ്ട്സ്, കുങ് ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോഡി ബാലൻസിങ് ട്രെയിനിങ് ആണ്. അപ്പോൾ ബോഡി ബാലൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും, കാരണം ബോഡിക്ക് പ്രത്യേകിച്ച് ബാലൻസിൻ്റെ ആവശ്യമുണ്ടാകുന്നു. പക്ഷേ നമ്മളത് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോർമലി ഒരു ഓടാനോ അല്ലെങ്കിൽ ചാടാനോ സ്റ്റെപ്പ് കയറാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ബാലൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് അറിയാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അങ്ങനെയുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതിന് വേണ്ടി ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു 2 മൂവ്മെൻറ്റുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കാം. ലെഗ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക, കാലൊന്ന് ചേർത്ത് വെച്ചിട്ട് താഴേക്ക് മുട്ട് മടക്കിയിട്ട് താഴേക്ക് ഇരിക്കുക. കൈ ഫ്ലോറിലൊന്ന് ടച്ച് ചെയ്യാതെ കൈ ജസ്റ്റ് വെറുതെ ഒന്ന് ഇങ്ങനെ നിവർത്തി പിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രീ ആയിട്ടൊന്ന് ലെഗ് ക്ലോസ് ചെയ്തിട്ട് ഇത് വൈഡായി പോവാതെ ഫോൾഡ് ചെയ്ത് തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബോഡി സ്ട്രൈറ്റ് ആക്കി ഇരിക്കാൻ നോക്കുക. നോർമലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി ഇങ്ങോട്ട് വീഴും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു മൂവ്മെൻറ്റ് അങ്ങനെ നോക്കാം. പിന്നെ ചിലപ്പം ഇങ്ങനെ ഇരുന്നെന്ന് വരും. പക്ഷേ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ജസ്റ്റ് ആ ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതുപോലെ തന്നെ നിൽക്കുക. ഇവിടുന്ന് ഒരു കാല് നിങ്ങളിങ്ങനെ 90 ഡിഗ്രിയിൽ ഇവിടുന്ന് ഈ ഒരു ഷേപ്പിലേക്കൊന്ന് ചരിച്ചു വെക്കുക. ഇതിലേക്ക് ലോഡ് കൊടുക്കുക. അടുത്ത കാലും ഇതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് ആക്കി വെക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഗ്രാവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് പറയണ്ട. ഇപ്പോൾ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിലൊക്കെ ജസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കൂട്ടുന്നതിനുള്ളൊരു 10 മൂവ്മെൻറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. നിങ്ങൾ നോർമലിൽ ഇതുപോലെ നിൽക്കുന്നത് പോലെ തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. കാല് ബോഡി നന്നായിട്ട് താഴെ ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം ഒരു കാല് മാത്രം ഇതുപോലെ നിർത്തി ഈ കാലിലേക്ക് ബാലൻസ് ചെയ്തിട്ട് ഈ ഒരു കാല് ഒന്ന് റൈസ് ചെയ്യുക. റൈസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇതിവിടെ എടുത്തിട്ട് നമ്മൾ കാലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, കാലിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇതിലൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക. കൈകൾ ഇതുപോലെ ഇതിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം. 30 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ച് അടുത്ത സൈഡ്, ഞാൻ 2 സൈഡും ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത സൈഡും സെയിം ഇതുപോലെ തന്നെ ഒരു 3 തവണ ഈ ഒരു മൂവ്മെൻറ്റ് 2 കാലിലും മാറി മാറി ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ 2 സൈഡും ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് തന്നെ വെക്കുക. പിന്നെ ഇവിടുന്ന് ലെഗ് ഇതുപോലെ റൈസ് ചെയ്യുക. നിങ്ങൾ റൈറ്റോ ലെഫ്റ്റോ ഇതുപോലെ റൈസ് ചെയ്യുക. കൈ ഇവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഹിപ്പിൻ്റെ 2 സൈഡിൽ. പിന്നെ ഇവിടുന്ന് ഈ കാല് ഇതുപോലെ മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു സൈക്ലിങ് ചെയ്യുന്ന പോലെ, ഒരു സൈക്കിള് ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു മൂവ്മെൻറ്റിൽ, സൈക്കിൾ ചവിട്ടുന്ന ഒരു മൂവ്മെൻറ്റിൽ ലെഗ് ഇതുപോലെ തന്നെ ഒന്ന് അധികം ഫാസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് ഈ കാല് സ്റ്റഡി ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് ഒരു 20 നമ്പർ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ റിവേഴ്സും ചെയ്യുക. ഇതും 2 സൈഡും ചെയ്യണം കേട്ടോ. ഈ ഒരു കാലിന് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത കാലിനും സെയിം ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ. അപ്പം ഈ കാലിൽ നിന്ന് ഇളകി പോവാതെ സ്റ്റഡി ആയിട്ട് വെക്കുക. അതിനുശേഷം മുന്നിലേക്ക് ഒരു 20 നമ്പർ വീതം ചെയ്യുക. അതിനുശേഷം റിവേഴ്സും ചെയ്യുക. അത് 2 സൈഡും ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഒരു മൂവ്മെൻറ്റായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇതുപോലെ താഴേക്കൊന്ന് ഇരിക്കുക. ഫുള്ള് സീറ്റ് ഇങ്ങനെ ടച്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ചെയ്തിരിക്കുക. ഇനി ഇവിടുന്ന് ഈ കാലിലേക്കൊന്ന് വെയിറ്റ് ബാലൻസ് ചെയ്യുക. അടുത്ത കാലെടുത്തിട്ട് ഉണ്ടോ ഇതൊന്ന് ബാലൻസ് ചെയ്തിട്ട് തിരിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. കൈകൾ പിടിക്കാതെ തന്നെ സ്റ്റാൻഡിൽ ലെഗിൽ ഇത് നിന്നിട്ട് ഈ ഭാഗത്തെല്ലാം നീ ഒക്കെ മടങ്ങാതെ സ്റ്റഡി ആയിട്ടിരിക്കണം ഇതിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇതെടുത്തിട്ട് അടുത്ത ലെഗും സെയിം ഇതുപോലെ എടുക്കുക. സെയിം അടുത്ത ലെഗും. അപ്പോൾ നമുക്ക് നാലാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. അതൊരു ഒറ്റ ലൈനിൽ തന്നെ നമ്മുടെ ലെഗുകൾ വെച്ചുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ബാലൻസ്, ഇതിപ്പോൾ ഒരു ബോഡി ബാലൻസാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു കാലിന് നേരെ മുന്നിലേക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഉണ്ടോ ആ ഒരു ലൈനിൻ്റെ നേരെയാണ് അടുത്ത കാല് വരുന്നത്. അപ്പോൾ ഇതും ഒറ്റ ലൈനായിട്ട് ഒരേ രേഖയിൽ തന്നെ ഈ കാല് വരുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ബാലൻസ് കുറച്ച് മാറുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു ഇത് ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. ഇനി ഇവിടുന്ന് കൈകൾ ഇതുപോലെ തന്നെ ഹിപ്പിൻ്റെ 2 സൈഡിലേക്ക് വെക്കുക. ഇനി ഇവിടുന്ന് ബോഡി മുന്നിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. അതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വരിക. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ കുറച്ച് സ്ലോവിൽ കേട്ടോ, ഇത് ഒട്ടും സ്പീഡ് വേണ്ട, സാവധാനം ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. ഇതും ഒരു 30 സെക്കൻഡ് ഇതുപോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ലാസ്റ്റ് ടൈമിന് ഇങ്ങനെ നിന്ന് ബാലൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് പിന്നെ ഇതിവിടെ ഈ കൈ പതിയെ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ക്യാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഹെഡ് നീയിലേക്കൊന്ന് ടച്ച് ചെയ്യുക. ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. സെയിം 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഇതും 2 സൈഡും 2 ലെഗും മാറി മാറി ഒരു 3 തവണ വീതം ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിനി 5ാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് വെക്കുക. ഇനി ഒരു കാലിലേക്ക് ബോഡി വെയിറ്റ് കൊടുക്കുക, അടുത്ത കാല് ഫ്രീ ആക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് ചെയ്ത പോലെ ഇതിൻ്റെ സെൻറ്ററിൽ നേരെ മുന്നിലായിട്ടാണ് ഈ കാല് വെച്ചത്. സെയിം അതുപോലെ തന്നെ നമ്മൾ ഈ ലെഗ് അടുത്ത ലെഗ് ബാക്കിലേക്ക് റൈസ് ചെയ്യുകയാണ്. അപ്പോൾ റൈസ് ചെയ്യുന്ന സമയത്ത് ഈ ബോഡി വിത്ത് ഇങ്ങനെ പുറത്തേക്ക് ലെഗ് പോകാതെ ഈ ലെഗിൻ്റെ നേരെ തന്നെ ഈ ഒരു ലെഗിൻ്റെ നേരെ തന്നെ ഈ കാലിനെ ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. കൈകൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇവിടെ വെക്കുക. ഇനി ഇവിടെ നിന്ന് കാല് പതിയെ റൈസ് ചെയ്യുക സ്ലോവിൽ. ഈ കാലിൻ്റെ നേരെ തന്നെ വരിക, ഇങ്ങോട്ട് പോകാതെ ഇതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരിക. ഫുള്ളായിട്ടൊന്ന് റൈസ് ചെയ്യുക. സ്റ്റാൻഡിലേക്ക് സ്റ്റഡി ആയിട്ട് തന്നെ വയ്ക്കുക. ബോഡി മുന്നിലേക്കൊരല്പം ഒന്ന് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വരുന്ന സമയത്ത് കൈകൾ രണ്ടും ഇതുപോലെ ഒന്ന് മുന്നിലേക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്യുക. ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റും ഒരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സ്ലോവിൽ തിരിച്ചു വരിക. സെയിം ഇതും 2 സൈഡും 30 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്യുക. ഒരു 3 തവണ വീതം ചെയ്യുക. അപ്പോൾ നമുക്കിനി 6ാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. അപ്പം ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു കാല് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. ഈ കാലിങ്ങനെ മടക്കിയിട്ട് അടുത്ത കാല് സ്റ്റാൻഡിൽ ലെഗും നീ ഒന്ന് ബെൻഡ് ചെയ്യുക. ഈ കാലിന് മുകളിലേക്കൊന്ന് കയറ്റി വെക്കുക. എന്നിട്ടൊരു അല്പം ഒന്ന് ബോഡി ഒന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക. വീണ്ടും ഒന്ന് അപ്പ് ചെയ്യുക. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഈ ലെഗ് എടുത്തിട്ട് ഈ കാലിൻ്റെ പുറകിലേക്ക് കണ്ടോ, ഈ നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക സ്ലോലി. വീണ്ടും ഒന്ന് അപ്പോൾ ഇതും ഒരു 30 സെക്കൻഡ് ചെയ്ത ഹോൾഡ്, എല്ലാ മൂവ്മെൻറ്റും ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണേ. വീണ്ടും മുന്നിലേക്ക് വെക്കുക. ഇതുപോലെ തന്നെ ഒന്ന് ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് നോക്കി ഇതിൽ ശ്രദ്ധിച്ച് ചെയ്യാം. കാരണം അതല്ലെങ്കിൽ ആ ബാലൻസിൻ്റെ ഒരു പ്രശ്നം ശരിക്കും വരും. പക്ഷേ ഒന്ന് ശീലമായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇതിലേക്ക് നോക്കാതെ ലുക്ക് നേരെ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റുകൾ എല്ലാ മൂവ്മെൻറ്റുകളും നേരെ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അത് നമുക്ക് 7ാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അതും ഒരു കാലിലേക്ക് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യുക. ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. റൈസ് ചെയ്തിട്ട് കൈകൾ ഇതുപോലെ തന്നെ ഹിപ്പിൻ്റെ 2 സൈഡിൽ വയ്ക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ കാലൊന്ന് ബെൻഡ് ചെയ്തിട്ട് മുന്നിലൂടെ ഈ ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് വരിക. തിരിച്ച് അതുപോലെ തന്നെ പോയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി സെയിം ഈ ഒരു വശത്തേക്ക് തന്നെ കൊണ്ടുവരിക. വീണ്ടും മുന്നിലേക്ക്. അധികം സ്പീഡ് വേണ്ട, കുറച്ച് സ്ലോവിൽ ചെയ്താൽ മതി. വീണ്ടും തിരിച്ചു പോരുക. തിരിച്ചു വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ബോഡി അരവശം കൂടി ഇതുപോലെ ഒന്ന് തിരിയുന്ന രീതിയിൽ വീണ്ടും സെയിം ഇതൊന്ന് ഓപ്പോസിറ്റ് സൈഡ് ഒരു 20 നമ്പർ വരുന്ന രീതിയിൽ ഈ ഭാഗത്ത് വരിക. തിരിച്ചു വരുന്ന സമയത്ത് ബോഡി ഒരു അല്പം ഒന്ന് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ 2 സൈഡും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കാലുകൾ ചേർത്ത് വെക്കുക. ഇവിടുന്ന് സ്റ്റഡി ആയിട്ട് വളരെ സാവധാനം താഴേക്ക് ഇതുപോലെ തന്നെ ഇരിക്കുക. ഈ ഇരിക്കുന്ന സമയത്ത് നീ ഇതുപോലെ മുട്ടുകാൽ ഇങ്ങനെ വൈഡായി പോരുത്. ഇത് ക്ലോസ് ആയിട്ട് ചേർത്ത് തന്നെ വെക്കുക. വളരെ സാവധാനം. കൈകൾ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട. കൈകൾ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഒരു ബാലൻസിന് വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ മൂവ്മെൻറ്റുകളെല്ലാം ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറിയൊരു ടച്ച് കൊടുക്കാം. പക്ഷേ അത് പതിയെ അത് മാറ്റിയിട്ട് സെൽഫായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പിടിക്കാമെങ്കിലും പിന്നീട് അത് കഴിയുമ്പോഴത്തേക്കും ഈ കൈ മാറ്റിയിട്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇനി ഇവിടെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഫുള്ളായിട്ടിരിക്കുക. ബോഡി വെയിറ്റ് സ്ട്രേറ്റ് ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ താഴെ ശരിക്കും ഫ്രീ ആവുന്നുണ്ട്. കാരണം ബോഡി വെയിറ്റ് ഓൾറെഡി ബാക്കിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ബാലൻസിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ അതിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വീണ് പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കൈകൾ ഫ്രീ ആക്കിയിട്ടിരിക്കുക. 30 സെക്കൻഡ് ഇതൊന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 3 തവണ ചെയ്യുന്ന രീതിയിൽ.
അപ്പോൾ നമുക്ക് അടുത്തത് 9ാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇത് ലെഗ് ഒരു അല്പം വൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും ഈ ഒരു വിത്തിൽ നിൽക്കുക, ഒരു ഷോൾഡറിൻ്റെ ഒരു 2 ഷോൾഡറിൻ്റെ ഒരു വിത്തിൽ നിൽക്കുക. ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടത് ഈ ഇരിക്കുന്ന കാല് ഇതുപോലെ തന്നെ ഒന്ന്, ഇപ്പം നമ്മൾ മുന്നിലേക്ക് ഇരിക്കുന്നത് നേരെ സൈഡിലേക്ക് വേണ്ട, ഈ ഒരു സൈഡ് ആംഗിളിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക. അടുത്ത കാലും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വെക്കുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരല്പം ബാലൻസ് മാറി തുടങ്ങി, കാരണം നമ്മളൊരു ഗ്രാവിറ്റി കുറയുകയാണ് അവിടെ. അപ്പം ഈ ഒരു പൊസിഷനിലേക്കൊന്ന് വരിക. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സീറ്റ് ഒന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് വീതം ഈ ഒരു മൂവ്മെൻറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നിൽക്കുക. അതിനുശേഷം താഴേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇത് മാക്സിമം ഒന്ന് നേരെ തന്നെ ഇരിക്കുന്ന രീതിയിൽ, ഇവിടെ നിന്ന് രണ്ടും ഒരേ ലൈനിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രീതിയിൽ, ഇങ്ങനെ ചരിഞ്ഞ് പോവാതെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബാലൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ബാലൻസിൻ്റെ ആ ഒരു ഇത് മാറുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും കുറച്ച് ഒരു 30 സെക്കൻഡ് ഒന്ന് ഡൗൺ ചെയ്തിരിക്കുക. അതുപോലെ 30 സെക്കൻഡ് ഒന്ന് സ്ട്രൈറ്റ് ആക്കുക. സ്ട്രൈറ്റ് ആയി വരുന്ന സമയത്ത് ഇതൊന്ന് ടൈറ്റ് ചെയ്യുക, ഈ ബെൻഡ് മാറ്റിയിട്ടൊന്ന് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് ലാസ്റ്റത്തെ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ഒന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വൈഡ് ചെയ്തത് ക്ലോസ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ കാലുകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. എന്താ ക്ലോസ് ചെയ്ത് തന്നെ വെക്കുക. ഇനി ഇവിടുന്ന് ഇതുപോലെ തിരിക്കുക, ഈ കാലിനോട് ഹീല് തമ്മിൽ ചേരുന്ന രീതിയിൽ. അടുത്ത കാലും കണ്ട ഒറ്റ ടൈമിലത് തിരിഞ്ഞ് കിട്ടില്ല. അപ്പം ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് തിരിക്കുക. ഇപ്പം നീ ഒരല്പം ഇങ്ങനെ ഇത് പുറത്തേക്ക് വൈഡായിട്ടേക്കണം, കാരണം ഒരു ബാലൻസിൻ്റെ ഒരു പ്രോബ്ലമാണത്. അപ്പം ആദ്യം ഇങ്ങനെ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് വീഴാതിരിക്കാൻ ജസ്റ്റ് എവിടെയെങ്കിലും ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ ദിവസം കഴിയും തോറും വേണ്ട ഇതൊന്ന് സ്റ്റഡി ആക്കുക. കൈകൾ ഇതുപോലെ ഒന്ന് സ്റ്റഡി ആക്കിയിട്ട് കാല് കൂടി ഒന്ന് സ്റ്റഡി ആക്കുക. നമ്മൾ ആ നീയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് സ്റ്റഡി ആക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം നിങ്ങൾക്കൊരു പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരല്പം ഉണ്ട് ഈ ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ ആദ്യം ഇരുന്നത് പോലെ തന്നെ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇരിക്കുക, ഫുള്ളായിട്ട് താഴേക്ക് ഇരിക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അപ്പ് ചെയ്യുക. താഴേക്ക് ഇരുന്നിട്ട് അപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് ആ ഒരു ബാലൻസ് കുറച്ച് നമ്മൾ വീഴുന്ന ഒരു ഇത് വരും. അപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതും ഒരു 30 സെക്കൻഡ് വീതം ഒരു 3-4 തവണ ചെയ്യാം. ഡെയിലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ 1-2 ആഴ്ച കൊണ്ട് വരെ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇത്തിരി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടിപ്സ് തരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ട്, ഇപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്റ്റഡി ആയിട്ടൊന്ന് ഫ്ലോറിലേക്ക് ഒരു വെയിറ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ജസ്റ്റ് മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ ബോഡി ഒന്ന് പുഷ് ചെയ്യിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാലൻസ് ജസ്റ്റ് പോകും. അവിടുന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്താലും നോർമലി ആ ഒരു ബാലൻസ് പോകും. അപ്പോൾ ആ ഒരു രീതി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇനി പറയുന്നൊരു കാര്യം കൂടി ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഷോൾഡർ വിത്തിൽ ഈ ഒരു പൊസിഷനിലേക്ക് നിൽക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ കാല് ചവിട്ടുന്ന സമയത്ത് ഹീൽ ഇതുപോലെ തന്നെ ചവിട്ടി താഴേക്ക് വരുന്ന സമയത്ത് ഈ 2 എൻഡ് നമ്മുടെ വിരലുകൾ ഒരല്പം മുന്നിലോട്ട് ഉള്ളിലേക്ക് തിരിച്ചു വെക്കണ്ട. ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരല്പം ഉള്ളിലേക്കൊന്ന് തിരിച്ചു വെക്കുക. ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഉണ്ടോ ഇതുപോലെ ഒന്നൊരു മാഗ്നറ്റ് പോലെ ഇതുപോലെ ഒരു വാക്വം പോലെയാണ് ശരിക്കും ഇതിങ്ങനെ നിൽക്കുന്നുണ്ടോ. ഈ ഒരു പൊസിഷനിലേക്ക് ഒന്ന് വിളിച്ച് ടൈറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എത്ര ടൈറ്റ് ചെയ്താലും ഇത് അടിച്ചാൽ തെറിച്ച് പോകും. അപ്പോൾ സെയിം ഈ ഒരു നിൽക്കുന്ന പൊസിഷനിൽ താഴെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യണ്ട. ഇനി ആ ഒരു പൊസിഷനിൽ അത് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സെയിം അതേ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ കാലിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു അല്പം ഉള്ളിലേക്ക് ആക്കി വെക്കുക. ഇനി അവിടെ നിന്ന് വിരലുകൾ താഴേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ച് വെച്ചെടുത്തുനിന്ന് ഓപ്പോസിറ്റിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. കാരണം പറ്റും നമ്മൾ ഇവിടുന്ന് ആംഗിളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് ഈ ഒരു ജസ്റ്റ് ഒരു ബെൻഡ് വരുന്നത്. നമ്മളുടെ കാലിൻ്റെ പാദം അവിടെ താഴെ ഒരു ഗമ്മിട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ സെയിം ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾ ഒരാളെ കൊണ്ടൊന്ന് പുഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വീഴില്ല. ഇനി വീണാൽ തന്നെ ചരിഞ്ഞ് പോയാൽ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ബെൻഡായിട്ട് പോകുള്ളൂ. ഓൾറെഡി ഇത് സഡനായിട്ട് ഇങ്ങനെ ആ ഒരു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷേ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ എത്ര ബലം കൊടുത്ത് നിന്നാലും ജസ്റ്റ് ഒരാളൊന്ന് ചെറുതായിട്ട് ഒരു കുട്ടി തന്നെ ഒന്ന് നിങ്ങളൊന്ന് പുഷ് ചെയ്താലും
നിങ്ങൾ അവിടെ നിന്ന് എത്ര ശ്രമിച്ചാലും നമ്മൾ പോകും. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ നമ്മളങ്ങനെ പോവില്ല, കാരണം ഈ കാലം അവിടെ നിന്ന് വിട്ടു പോരില്ല. അപ്പോൾ അതൊരു മാഗ്നറ്റിക് പോലെയാണ്. സെയിം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മൊമെൻറ്റും ചെയ്യുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് എല്ലാത്തിലേക്കും ആ ഒരു മെത്തേഡ് നമുക്ക് ചെയ്ത് അഡ്വാൻസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബാലൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.